ഇതാണ് ഞങ്ങളുടെ കത്തിരിക്കായ. കണ്ടോ, വൈറ്റ് കളറിലാണത്. വൈറ്റ് കളറിലുള്ള കുക്കുംബർ എന്ന് പറയാം. പണ്ടൊക്കെ പറഞ്ഞിരുന്ന പോലെ കത്തിരിക്കായ എന്ന് പറയാം. ചെറിയ മുള്ളു പോലെയാണ് ഇട്ടതിന്. യെല്ലോ കളർ ഫ്ലവറും ഉണ്ട്. നിറയെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ഫസ്റ്റൊക്കെ ഉണ്ടായതൊക്കെ എന്തോ ഒരു ഇൻസെക്ട്സ് വന്ന് കുത്തിയിട്ട് ഓട്ടയാക്കി. ഇപ്പൊക്കെ ഉണ്ടാവണുണ്ട് നന്നായിട്ട്. പൊട്ടിച്ച് കഴിഞ്ഞിട്ടില്ല, പൊട്ടിക്കണത് ടൈമായ. ഇത് ഇനി ഇവിടെ വരണം കുഞ്ഞ്. ഇത് മരത്തുമ്മ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടുമ്മ കയറിയിട്ട് അതുമ്പോൾ ചെറിയൊരു കായ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഇതേ കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ മേലെ കയറുമ്പോൾ കുറച്ച് നല്ല വൃത്തിയിൽ കാണാണ്ട്. മറ്റേത് ഈ മഴ പെയ്യുമ്പോൾ അത് നിൽക്കും ചളിയായിട്ടേ അത്ര ഗുണം പോരാ കാണുമ്പോൾ. ഓലയ്ക്ക് ഞങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ പൊട്ടിച്ച വൈറ്റ് കുക്കുംബർ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചെറുതായിട്ട് മുള്ളു പോലെയുണ്ട്. അത് അങ്ങനെ കയ്യിന് ഹാമ് പോലെയൊന്നുമില്ല, ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ തോട്ടത്തിൽ ഇങ്ങനൊരു, സാധാരണ നോർമൽ സലാഡ് കുക്കുംബറെല്ലാം വരാറുണ്ട്, പക്ഷെ ഇതാദ്യമായിട്ട് കൊണ്ടാണ്. അതിൻ്റെ ഒരു കൗതുകം ഞങ്ങൾക്കുണ്ട്. കണ്ടോ, ഇതൊരെണ്ണം. ഇതിന് കേടുണ്ടോന്ന് സംശയം. ഇത് കുറച്ച് മൂത്തതാ, അത് ചള്ള. കുറച്ച് മൂത്ത് പോയി, നല്ല സൗണ്ടൊക്കെ വന്നു കിർക്കറി. ഇതിൻ്റെ അരി കുറച്ച് മൂത്തതാണ്. ഇത് നല്ല ചള്ളാണ്. ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം. കൊള്ളാം. മറ്റേ കുക്കുമ്പറിനായിട്ടും ബെസ്റ്റ് ഇതാണെന്ന് എനിക്ക് തോന്നണം. നല്ല ടേസ്റ്റ് ഉണ്ട്.